ചിരി കളി തമാശ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. അങ്ങനെ ഇപ്പൊ ഒരു കുടുംബം കെട്ടിപ്പടുക്കണ്ട. ഞാനേ പണി തരാം. ഇവർ തമ്മിലുള്ള ബന്ധം ഇനിയും വളർത്തിയ അതെനിക്ക് അവൻ കോടാലി. അത് തകർക്കണം. അതിന് എന്റെ നാത്തുന്റെ സഹായം വേണം. സാവിത്രി. ഇതെന്താ ഇന്ദ്രജയ്, ഒരു തണുപ്പ മട്ടാണല്ലോ. തണുപ്പം മട്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഇവിടെ ആ നന്ദിനിയും എന്റെ ഏട്ടനും കൂടി അങ്ങ് അടുക്കുക. ഇപ്പൊ മീനാക്ഷിയും എന്റെ മകന്റെ കുഞ്ഞിനെയും കൂടി ചേർത്ത് ആ കുടുംബം അങ്ങ് വികസിപ്പിക്കുക. ഒടുവില് എന്റെ മകൻ കാർത്തിയും എനിക്കില്ലാതാവും. എല്ലാം കൈവിട്ട് കളഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കേട്ടോ ഇന്ദ്രജയ്. കാറ്റിപ്പം നമുക്കനുകൂലം. ദേ, എന്തെങ്കിലും ചെയ്യണം. ഇന്ദ്രജിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂന്ന് ഞാൻ പല പ്രാവശ്യം സാവിത്രിയോട് പറഞ്ഞു കഴിഞ്ഞതാ. സാവിത്രിക്ക് ഉറപ്പ് തന്നതുപോലെ മീനാക്ഷിയെ ഞാൻ ഇങ്ങ് കൊണ്ടുപോരും. അവൾ എന്റെ മകളാ. അവളെ കാർത്തിയുടെ ഭാര്യയൊന്നും ആവണ്ട. പിന്നെ ജയറാമനും നന്ദിനി എന്റെ അനുജത്തിയെ കൊന്നവരാ അവര്. അവരെ ഞാൻ വെറുതെ വിടൂന്ന് സാവിത്രി കരുതിയിട്ടുണ്ടെങ്കിൽ സാവിത്രിക്ക് തെറ്റി. അവര് രണ്ടെണ്ണത്തിനെയും ഞാൻ കൊല്ലും. ഈ കൊല്ലും കൊല്ലും എന്ന വാക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുവരെ ഒരു ഈച്ചയും കൊന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കളിയാക്കലൊക്കെ അങ്ങ് നിർത്ത് സാവിത്രി. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീടിന് പുറത്ത് ഞാൻ അയച്ച 2 ഗുണ്ടകൾ ജയറാമനെയും നന്ദിനിയെയും കാത്തിരിക്കുക. ഹലോ. നന്ദിനിയോ ജയറാമനോ ആരാദ്യം പുറത്തിറങ്ങും അവർക്ക് കുറി വീഴും. ഏതെങ്കിലും ഒന്നിനെ കൊല്ലാതെ അവന്മാര് പിന്മാറില്ല. നേരാണോ? നേര്. പുതപ്പിക്കാൻ കോഴിമുണ്ടുകൾ തയ്യാറാക്കി വെച്ചോ. അതിലൊന്ന് ഇന്ന് തന്നെ വേണ്ടി വരും. രണ്ടിനെയും തട്ടിയ അറക്കുളം മുത്തിക്ക് 2 പൂവൻ കൊഴി നേർച്ച. അവൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്ക. എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. ദേവി, ചേട്ടൻ പുറത്തേക്ക് എവിടെ പോകാൻ തോന്നുന്നല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ദേവിക്ക് എന്തെങ്കിലും വാങ്ങണോ? എനിക്കൊന്നും വേണ്ട ചേട്ടൻ. എന്താ, ഞാൻ വാങ്ങിത്തരുന്നോണ്ടാണോ? അതല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുകൊണ്ട് തന്നെ. ഓ, ഞാനിപ്പോ ദേവിയുടെ ആരും അല്ലല്ലോ. ആരും അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടൻ എന്റെ വളർത്തമ്മയുടെ മൂത്ത മകനല്ലേ.
പണ്ട് ദേവിക്ക് ഞാൻ എല്ലാമായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമല്ലായിരുന്നോ ചേട്ടാ? അതൊന്നും ഓർക്കാൻ എനിക്കിഷ്ടമല്ല. എന്നെ ഓർമ്മിപ്പിക്കരുത്. അല്ല ദേവി, ചേട്ടൻ പോയിട്ട് വാ. ഉം. ചേരാ, എങ്ങോട്ട് പോകുന്നു? ഞാനിന്ന് ടൗണിൽ പോവാ. ഞാൻ കൊണ്ടുവിടണോ? ഞാൻ കൊണ്ടുവിടണോ? വേണ്ട. ഉം. ഓട്ടോ, ഒന്ന് ടൗൺ വരെ പോകണം. കയറി കേട്ടോ. എന്താ നിങ്ങക്ക് വേണ്ടേ? എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആരാ നിങ്ങളൊക്കെ? എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇയാളൊരു പാവ മനുഷ്യനാ, ഒന്നും ചെയ്യരുത്. വേണ്ട, എന്നെ അടിക്കരുത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അയ്യോ വേണ്ട, ഒന്നും ചെയ്യരുത്. അയ്യോ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. എന്താ എന്താ കാര്യം? അയ്യോ ഒന്നും ചെയ്യല്ലേ, പാവമാണ്. ഒന്ന് വെറുതെ വിട്. ഒന്നും ചെയ്യല്ലേ. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ. ഒന്നും ചെയ്യല്ലേ. നാട്ടുകാരെ ഓടി വരണേ. അയ്യോ അയ്യോ പാവം. അയ്യോ നാട്ടുകാരെ ഓടി വരണേ.
അയ്യോ പ്ലീസ്, അയാളൊന്നും ചെയ്യരുത്. അയാളൊരു പാവമാണ്. അയ്യോ അയ്യോ പ്ലീസ്. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ 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 രക്ഷിക്കണേ. അയ്യോ നിർത്തണം സാറേ, നിർത്തണം. ദേ അവിടെ എന്താടോ? ഗുണ്ടകളായിരുന്നു സാർ. എനിക്കറിയില്ല. വഴിപാടിന് വെട്ടി കൊല്ലാതാക്കി സാർ. എവിടെ? ഓടിയാലോ സാർ. ദാ, ദാ. സീരിയസ് ആണല്ലോ. വേഗം ഒരു ആംബുലൻസ് വിളിക്കേ. ഇയാൾ എവിടെ നിന്ന് കയറിയാടോ? കുറച്ച് അപ്പുറത്തുനിന്ന് സാർ. ആ ചെമ്പകമംഗലത്തേന്ന്. ചെമ്പകമംഗലോ? അത് എ സി പി സാറിന്റെ വീടല്ലേ? അതെ സാർ. ഡോ സാർ. ജീപ്പിൽ ചെന്ന് ആ വീട്ടിൽ വിവരം അറിയിക്കും. സാർ. ഇദ്ദേഹം എ സി പി സാറിന്റെ റിലേറ്റീവ് ആയിരിക്കും. സാർ സാർ. എന്തുവാടി മോളെ? വളർന്നു വരുന്നവരും മഹാകുസൃതി അമ്മേ. നമ്മള് കരുതുന്ന പോലൊന്നും അല്ല ഈ ചിരിക്കുന്ന പാവക്കുട്ടി. നീ പോമോളെ. ഇവള് വികൃതി കാട്ടിയില്ലേ, കാണാൻ ഒരു രസമില്ല. അതൊക്കെ ശരിയാ, എന്നാലും ഇതിച്ചിരി കൂടുതലാ. കുഞ്ഞു വികൃതിയാണെന്നാണോ പറയുന്നത്? അതെ ഗിരി. അത് പിന്നെ ആരുടെ മോളാ? ACP കാർത്തികിന്റെ മോളല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? മോളെ, കുഞ്ഞിനൊന്ന് എടുത്തോട്ടെ. കൊടുക്കണോ? കൊടുത്തേക്കാം. എന്തായാലും അമ്മയോടൊപ്പം ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആളല്ലേ. കൊടുക്കുമോളെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ അപ്പൂപ്പൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പൂപ്പനോ? മോളെ, കുഞ്ഞിനൊന്ന് പിടിച്ചേ. വരൂ. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? പോലീസോ? എന്താ എന്താ കാര്യം? എന്താ എന്താ സാറേ? അയ്യോ, എന്റെ അച്ഛൻ.
രാമേട്ടാ രാമേട്ടാ വേഗം വന്ന് ജീപ്പിക്കാറ്. വരൂ. ഇതെന്താ ഇന്ദ്രജയുടെ ഗുണ്ടകൾ അയാളെ കൊന്നതാണോ? എന്റെ ദൈവമേ, എന്റെ പേരെങ്ങാനും പറയൂ. എന്റെ ഭഗവാനെ, ഒന്ന് പോയി നോക്കാം. കണ്ണു തുറക്കച്ച. ചേട്ടാ ചേട്ടാ ജയറാമേട്ടാ, ജയറാമേട്ടാ. അച്ഛാ ചേട്ടാ അച്ഛാ. അച്ഛാ ചേട്ടാ ചേട്ടാ ചേട്ടാ. ദൈവമേ, ചത്തുപോവോ? ചത്തുപോയാ? അച്ഛാ അച്ഛാ അച്ഛാ. ചേട്ടാ എഴുന്നേക്ക്. ആംബുലൻസ് വന്നു. വാ, എളുപ്പം വാ. പിടിക്ക്. അവിടെ പതുക്കെ. എടുക്ക് എടുക്ക്. മെല്ലെ മെല്ലെ. എഴുന്നേക്കാൻ പറ അച്ഛാ. കിടപ്പ് കണ്ടിട്ട് മരിച്ച ലക്ഷണം. ഇന്ദ്രജ അകത്തു പോവും. പ്രേരണാക്കുറ്റം എന്റെ പെടലിലാവൂ. കരയുന്ന കേട്ടില്ലേ? നിനക്കെന്ത് പറ്റി? സാവിത്രി, നീ എന്തോ ഒന്നും മിണ്ടാത്തത്? അമ്മേ, നന്ദിനി മീനാക്ഷിയൊക്കെ എവിടെ പോയിന്ന് പറ. എടി ചോദിച്ച കേട്ടില്ലേ? അല്ലമ്മേ, അത് നീ ചെന്ന് കുഞ്ഞിനെ എടുക്ക ചെല്ലേ. ഹലോ, അതെ, ജനാർദ്ദന കൈമൾ. എന്ത്? എങ്ങനെ? ഏതാശുപത്രി?
എന്താ കൈമളേട്ടാ? നമ്മുടെ മകൻ ജയറാം ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിലോ? അതെ. നീ വരുന്നില്ലേ? ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ എന്ന്? ഇല്ല,